ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഞാൻ ഇന്നൊരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് വന്നത്. ഞാൻ എൻ്റെ കിച്ചണിൽ ഉപയോഗിക്കുന്ന കട്ട്ലറി ഐറ്റംസ്, 3 തരത്തിലുള്ള കട്ട്ലറി ഐറ്റംസ്, വുഡ്, സ്റ്റീൽ, പിന്നെ സിലിക്കണും. അപ്പം ഇതിൻ്റെ ഒരു റിവ്യൂവും പിന്നെ ഡീറ്റെയിൽസും ഒക്കെ തരാനാണ്. പിന്നെ അതുപോലെ പറയാണ്ടിരിക്കാൻ വയ്യ, ഇതുവരെ എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും വലിയ താങ്ക്സ്. ഒരുപാട് പേരെൻ്റെ വീഡിയോസൊക്കെ കണ്ടു, സബ്സ്ക്രൈബ് ചെയ്തു. അതുപോലെ ഇനിയും അങ്ങോട്ടും മുന്നോട്ടും നിങ്ങളെല്ലാവരും സപ്പോർട്ട് എനിക്ക് വേണം. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് മെല്ലെ വീഡിയോയിലോട്ട് കടക്കാം. അപ്പം ഫസ്റ്റ് ഞാൻ വുഡൻ കട്ട്ലറി ഐറ്റംസ് കാണിച്ചു തരാം. അത് ഞാൻ ഓൺലൈനായിട്ടാണ് പർച്ചേസ് ചെയ്തത്. ഇൻഡസ് വാലി എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ പേജിൽ നിന്നാണ് ഇത് ഞാൻ വാങ്ങിച്ചിട്ടുള്ളത്. പിന്നെ ഇത് സെപ്പറേറ്റ് ആയിട്ടുമുണ്ട്, അതുപോലെ സെറ്റായിട്ടുമുണ്ട്. ഞാൻ സെറ്റായിട്ടാണ് വാങ്ങിച്ചത്. പിന്നെ നമ്മളിപ്പോൾ പുതിയൊരു വീടെടുക്കുന്നവർക്കുമൊക്കെ വലിയ ഉപകാരപ്പെടും. ഇതൊരു സെറ്റ് വാങ്ങിച്ചാൽ എല്ലാത്തിലും ഉപകാരപ്പെടുന്ന ഐറ്റംസ് ഇതിലുണ്ട്. ചോറ് വിളമ്പുന്ന കോരിയുണ്ട്, കറി വിളമ്പുന്നുണ്ട്, പിന്നെ നമ്മൾ കിച്ചണിൽ കുക്ക് ചെയ്യാൻ ഉപയോഗിക്കുന്ന എല്ലാതരം കോരികളും ഉണ്ട്. ഒക്കെ നല്ല ഭംഗിയുള്ള നല്ല സ്ട്രോങ് സാധനങ്ങളാണ്. പിന്നെ ഇതാണ് ഞാൻ ഇപ്പോൾ സ്ഥിരമായിട്ട് ഈ ചോറ് വിളമ്പല്ലോ, ഭക്ഷണം കഴിക്കുമ്പോൾ അതിന് ഉപയോഗിക്കുന്നത്. ഒരു എന്താ പറയുക, ഒരു അതിർപ്പുള്ളൊരു കോരിയത്. സാധാരണ നമ്മൾ സ്റ്റീലൊക്കെ ആണല്ലോ അധികം ഉപയോഗിക്കുക. സ്റ്റീല് അല്ലെങ്കിൽ സിലിക്കൻ്റെ ഐറ്റംസൊക്കെ ആണല്ലോ സാധാരണ ഉപയോഗിക്കല്. അപ്പോൾ ഈ മരം കാണുമ്പോൾ എല്ലാവർക്കും ഒരു ഇഷ്ടമാണ്. ഇത് എവിടെ നിന്ന് വാങ്ങിച്ചെന്നൊക്കെ ഇങ്ങനെ ചോദിക്കും എല്ലാവരും. അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടൊരു സെറ്റാണിത്. നല്ല സെറ്റാണ്. ഇതുവരെ ഉപയോഗിച്ചിട്ടുള്ള ഒരു ഇത് റിവ്യൂ പറയുകയാണെങ്കിൽ നല്ല പ്രൊഡക്റ്റാണ്. എല്ലാവർക്കും ധൈര്യത്തിൽ തന്നെ വാങ്ങിക്കുക. പിന്നെ വേറൊരു കാര്യം പറയാൻ മറന്നു, ഇത് തേക്കിൻ്റെ കട്ട്ലറി ഐറ്റംസാണ്, ബാമ്പുവിൻ്റെതല്ല. അപ്പം കുറച്ച് കാലം നല്ലോണം ഉപയോഗിക്കാമെന്ന് വിചാരിക്കുക. അതൊക്കെയാണ് ഈ ഒരു സെറ്റിനെ കുറിച്ച് പറയാനുള്ളത്. പിന്നെ അടുത്തത് നമുക്ക് എല്ലാവരും ഈ വെബ്സൈറ്റിലൊക്കെ കാണുന്നൊരു ഐറ്റമാണിത്, നമ്മളെ സിലിക്കൻ്റെ കട്ട്ലറി സെറ്റ്. ഇത് ഞാനൊരു ഓൺലൈൻ പേജിൽ നിന്ന് തന്നെയാണ്, ദ ബെറ്റർ ഹോം എന്ന് പറഞ്ഞിട്ടുള്ളൊരു ഓൺലൈൻ പേജിൽ നിന്ന് വാങ്ങിച്ചതാണ്. ആമസോൺ വഴിയൊന്നുമല്ല, നേരിട്ട് വെബ്സൈറ്റിൽ കയറിയിട്ട് വാങ്ങിച്ചതാണ്. പിന്നെ ഇതിൻ്റെ പലതരം കളറുകളുണ്ട്, പിങ്ക്, റെഡ്, ലൈറ്റ് ബ്ലൂ ഒക്കെ ഉണ്ട്. പക്ഷെ ഞാൻ കിച്ചണിലേക്ക് ആയതുകൊണ്ട് മഞ്ഞ പിടിക്കുമെന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാൻ ബ്ലാക്ക് ആണ് ചൂസ് ചെയ്തത്. ഇതിലും ഇതുപോലെ എല്ലാതരം നമുക്ക് കിച്ചണിലേക്ക് ഉപയോഗിക്കാൻ പറ്റിയ എല്ലാതരം കട്ട്ലറി ഐറ്റംസ് ഉണ്ട്. ഈ ഒരു കയ്യിൽ നമുക്ക് ഈ ചോറ് ഇളക്കാനൊക്കെ, ഈ ചോറ് ഉടഞ്ഞു പോവാതെ കിട്ടാനും ഒക്കെ നല്ലൊരു ഐറ്റമാണ്. പിന്നെ ഇത് നമ്മൾ സാധാ എല്ലാവരും കാണുന്നത് തന്നെയാണ്. എല്ലാത്തരം കട്ട്ലറി ഐറ്റംസും ഉണ്ട്. പിന്നെ ഇതിലൊരു കംപ്ലൈൻറ്റ് കണ്ടത്, ഞാൻ ഒരുപാട് ചൂട് തട്ടുമ്പോൾ അങ്ങനെ പൊള്ളി വരുന്നു, ഇങ്ങനെ ഒരു പൊക്കള തട്ടി ഇങ്ങനെ വരുന്നത്. പക്ഷേ എന്താണെന്ന് എനിക്കറിയില്ല. അല്ലാതെ ഉരുകുക അങ്ങനത്തെ ഒരു കംപ്ലൈൻ്റ് ഒന്നും ഇതുവരെ കിട്ടിയില്ല. അതിങ്ങനെ ഇങ്ങനെ പൊള്ളി വരും, ആ സാധനം ഇങ്ങനെ കുറച്ച് വീർത്ത് വരും. പിന്നെ അത് ചൂട് അണയുമ്പോൾ അതങ്ങോട്ട് ഇങ്ങനെ ചപ്പിപ്പോകുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ സിലിക്കൻ്റെ കട്ട്ലറീൻ്റെ വിശേഷങ്ങൾ. പിന്നെ നമ്മളെ കിച്ചണിൽ ഉപയോഗിക്കുന്ന സ്റ്റീൽ ഐറ്റംസാണ്. ഇത് പിന്നെ സെപ്പറേറ്റ് ആയിട്ട് വാങ്ങിച്ചതാണ്. കുറേ ഐറ്റംസൊക്കെ ഞാൻ നമ്മളെ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ ബാക്കിയുള്ളതൊക്കെ നമ്മുടെ സ്വന്തം മിഠായിത്തെരുവ് നിന്ന് വാങ്ങിച്ചതാണ്, ഒയാസിസിൻ്റെ ഉള്ളിൽ. പിന്നെ പൊതുവേ സ്റ്റീലിൻ്റെത് ഞാൻ ഉപയോഗിക്കാറില്ല. നമ്മളിപ്പം ഉപയോഗിക്കുന്ന ഈ നമ്മുടെ ഫ്രൈ പാൻ്റെ ഒക്കെ പാത്രങ്ങൾ സ്റ്റീലിൽ ഉപയോഗിച്ചാൽ, സ്റ്റീലിൻ്റെ കയ്യിലുകൊണ്ട് ഉപയോഗിച്ചാൽ പെട്ടെന്ന് അതിൻ്റെ ആ ഒരു കോട്ടിങ് പോകുന്നതുകൊണ്ട് സ്റ്റീൽ അധികം ഞാൻ ഉപയോഗിക്കില്ല. കാണുന്ന ഭാഗത്ത് ഞാൻ ഈ സിലിക്കണും വുഡും തന്നെ ആവക്കില്ല. അപ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കൽ ഈ വുഡും സിലിക്കണും തന്നെയാണ്. അപ്പോൾ എല്ലാവരും അങ്ങനെ തന്നെ ഉപയോഗിക്കുക. പറ്റുന്നിടത്തോളം വുഡ് തന്നെ ഉപയോഗിക്കണതാണ് നല്ലത്. അപ്പോൾ അത് സേഫാണ്, നമ്മളെ പാത്രത്തിനും സേഫാണ്, എല്ലാത്തിനും സേഫാണ്. പിന്നെ ഈ ഒരു കത്തി ഞാൻ ഹോം സെൻറ്ററിൽ നിന്ന് വാങ്ങിച്ചതാണ്.
ഇത് നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചി മാത്രം കട്ട് ചെയ്യുന്ന കത്തിയാണ്. നല്ല ഉപകാരമുള്ള കത്തിയാണ്. ഞാനത് ഹോം സെൻറ്ററിൽ പോയപ്പം ഓഫറിലിട്ടൊരു സാധനമായിരുന്നു. അപ്പം കണ്ടപ്പോൾ വാങ്ങി. പക്ഷേ ഇപ്പോൾ നല്ല ഉപയോഗമാണ്. നല്ല എളുപ്പമായിട്ട് തോന്നും ഇഞ്ചി വെളുത്തുള്ളി കട്ട് ചെയ്യാൻ. പിന്നെ ഈ ഒരു കത്തി അത് ഇവിടുന്ന് വാങ്ങിച്ചല്ല, ഇത് ദുബായിൽ നിന്ന് കൊണ്ടുവന്നതാണ്. ഇത് നല്ല മൂർച്ചയുള്ള കത്തിക്ക്. മൂർച്ചയില്ലെങ്കിൽ പിന്നെ പണിയെടുക്കാൻ തന്നെ ഒരു ഇൻട്രസ്റ്റ് ഇല്ലാത്ത പോലെയാണല്ലോ. അപ്പം ഇത് നല്ല മൂർച്ചയുള്ള, നമുക്ക് മൂർച്ച പോയാൽ നല്ല ചെറുതായിട്ടൊന്നും ഇങ്ങനെ അണച്ചെടുത്താൽ തന്നെ നല്ല മൂർച്ചയുള്ള കത്തിയാണ്. അപ്പം അതിൻ്റെ പേര് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നത്. അപ്പം ഇതാണ് എൻ്റെ കിച്ചണിലെ കട്ട്ലറി ഐറ്റംസിൻ്റെ വിശേഷങ്ങളൊക്കെ. അപ്പം വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ കണ്ടവരൊക്കെ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.